ഹായ് ഫ്രണ്ട്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാരമൽ കസ്റ്റർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ കാരമൽ ബ്രെഡ് പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി നമ്മുടെ കിച്ചണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ കസ്റ്റർഡ് പൗഡറിൻ്റെ കേസാണ്. അത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. അതിനധികം വിലയൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാരമൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 1/4 കപ്പോളം ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു പാൻ എടുത്താൽ മതി, വലിയ പാനൊന്നും വേണ്ട. അതൊന്ന് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഷുഗർ ഒന്ന് അലിയുന്ന വരെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പതുക്കെ അത് കാരമലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളിതൊന്ന് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഷുഗർ അപ്പോൾ പതുക്കെ അത് കാരമലൈസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈയിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ ആ ഷുഗർ മുഴുവനായിട്ടും മെൽറ്റ് ആവാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേ ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ ഏത് ട്രേയിലേക്കാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഒരു കുറച്ചും കൂടെ ഡാർക്ക് ബ്രൗൺ ആകുമ്പോഴാണ് ഒഴിച്ചു കൊടുക്കാൻ വെക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഏത് ട്രേയിലേക്കാണോ നമ്മൾ ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ട്രേയിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് സെറ്റ് ആവാൻ തുടങ്ങും. സോ പെട്ടെന്ന് തന്നെ ട്രേയിലേക്ക് എന്താ പറയുക ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ട്രേയിലേക്ക് പ്രത്യേകിച്ച് ബട്ടർ പേപ്പറോ ഒന്നും വെച്ചിട്ടില്ല. നോർമൽ ട്രേ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വേഗം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പം എല്ലാ വഴിക്കും ഈ കാരമൽ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോഴേക്കും അത് സെറ്റായെങ്കിലും പേടിക്കേണ്ട, ഒന്നും കൂടെ റീഹീറ്റ് ചെയ്താൽ മതി ഈ ഷുഗർ. അപ്പോൾ റീഹീറ്റ് ചെയ്യുമ്പോൾ അത് നന്നായി മെൽറ്റായി കിട്ടും. എന്നിട്ട് എല്ലാ വഴിക്കും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ എല്ലാവിടേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് മാറ്റി വെക്കുകയാണ്. ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 6 പീസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള വൈറ്റ് ബ്രെഡ് 6 പീസ്. അപ്പം നമ്മൾ അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാനാണ് പോകുന്നത്. അരികെന്ന് പറഞ്ഞാൽ ആ ബ്രൗൺ പോർഷൻ ഇല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാനാണ് പോകുന്നത്. അപ്പോൾ കത്തി വെച്ചാണ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ആയാലും അതിങ്ങനെ പിച്ചി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ചില സമയത്ത് ഈ ബ്രെഡിൽ ഇങ്ങനെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അത് ഇങ്ങനെ പിടിച്ചത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് വല്ലാണ്ട് ഞെങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ 6 സ്ലൈസ് ബ്രെഡിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് പിച്ചിട്ടാലും മതി, ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല.
നമ്മളെല്ലാ പീസും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടി പോലെ ആവണം, അങ്ങനെ കട്ടകളൊന്നും പാടില്ല. അപ്പം ബ്രെഡിലൊക്കെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതിങ്ങനെ കട്ട പോലെ ആവും. അപ്പം നിങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ അത് പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം. നമുക്കതൊരു പ്ലേറ്റിലേക്ക് ആക്കി മാറ്റി വെക്കാം. അങ്ങനെ മാറ്റി വെക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈർപ്പൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നന്നായിട്ട് പൊടിയായി കിട്ടും. നമ്മൾക്ക് ഒരു കസ്റ്റർഡ് മിക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കസ്റ്റർഡ് പൗഡർ വാങ്ങാൻ കിട്ടും, ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബേർഡ്സ് വ്യൂവിൻ്റെ കസ്റ്റർഡ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ മിക്സിങ് നിർത്തിയ സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് താഴേക്ക് ഇങ്ങനെ അടിഞ്ഞു പോകുന്നത് കാണാം. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ മറ്റേ മെയിൻ മിക്സറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മളൊരു പാൻ എടുക്കുക, കുറച്ച് വലിയ പാൻ എടുക്കണം. ഈ സമയത്ത് പാൻ സ്റ്റവ് ഓൺ ചെയ്യുകയോ അങ്ങനെ ഫ്ലെയിം കത്തിക്കുകയൊന്നും വേണ്ട. അതിലേക്ക് നമ്മളൊരു 1.5 കപ്പോളം മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യണ്ട. ഇനി അതിലേക്ക് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പോളം ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്, വൈറ്റ് ഷുഗർ. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ അടുപ്പിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, കാരണം പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന വരെ ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി പാല്. അങ്ങനെ പാല് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കസ്റ്റർഡിൻ്റെ മിക്സ്ചർ ഇല്ലേ, അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പഴയ പോലെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് കാണാം, ഈ കസ്റ്റർഡിൻ്റെ മിക്സ്ചർ ഒഴിച്ചപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോഴും ഫ്ലെയിം നമ്മൾ കുറയ്ക്കൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ടിയായിട്ട് വന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക, ഒരു ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡിൻ്റെ ക്രംസില്ലേ, ആ ബ്രെഡ് പൊടിച്ചു വെച്ചത്, അത് കുറച്ചേശ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. മുഴുവൻ തന്നെ ആദ്യമേ ഇടരുത്, കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ പൊടി ഇടുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും ഈ ഒരു മിക്സ്ചർ, ഒരു കുറുക്ക് പോലെ ആവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ, കട്ടകളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതായത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കുറുക്ക് പോലെ. ഇനി നമ്മൾ ഈ മിക്സ്ചറിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് വാനിലയുടെ എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ 2 ഡ്രോപ്പ് മതി, ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് 2 ഡ്രോപ്പ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ഏത് ബ്രാൻഡിന് വേണമെങ്കിലും നിങ്ങൾക്ക് വാനില എസൻസ് യൂസ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ട്രേ ഇല്ലേ, കാരമലാക്കി വെച്ച ട്രേ, അതിലേക്ക് ഈ ചൂടുള്ള ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക, ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് മുകളിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പം ശരിക്കും നന്നായിട്ട് ഈവൻലി അത് സ്പ്രെഡ് ആയിക്കോളും. ബബിൾസ് ഒക്കെ ഇല്ലാതിരിക്കാനും ഇത് സഹായിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു അലുമിനിയം ഫോയിൽ എടുക്കുക. അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്യുക, ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ അവൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. വലിയൊരു പാൻ എടുക്കണം, കാരണം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കുകയാണ്. കാരണം നമ്മൾ ആ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഈ മൗൾഡ് പ്ലേസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഹീറ്റിലേക്ക് വെക്കരുത്. അപ്പോൾ നമ്മൾ നേരത്തെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത മൗൾഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ലിഡ് വെച്ച് കവർ ചെയ്യുകയാണ്. ഇത് നമുക്കൊരു 20 to 30 മിനിറ്റ്സ് നമുക്ക് സ്റ്റീം ചെയ്യണം.
മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ സ്റ്റീം ചെയ്യേണ്ടത്. അപ്പോൾ 20 അല്ലെങ്കിൽ 30 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ പുഡിംഗ് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മളതൊന്ന് തുറന്നിട്ട് അതിലെ ഈ മോൾഡ് എടുത്ത് ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. എന്ന് വെച്ചാൽ ഒന്ന് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് 2 അല്ലെങ്കിൽ 2.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വയ്ക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വയ്ക്കുക. ഇത് നമ്മൾ 2.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തുറന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുഡിംഗ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റ്, ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഏത് പ്ലേറ്റിലാണ് സെർവ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ആ പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മറച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഇത് പൊട്ടാതെ നമുക്ക് ആ പ്ലേറ്റിലേക്ക് ആയി കിട്ടും. എന്നിട്ട് എല്ലാവിടെയും നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അത് ആ പ്ലേറ്റിലേക്ക് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, അഡ്വാൻസ് ആയിട്ട് ഞാൻ ക്രിസ്മസ് വിഷ് ചെയ്യാണ്. അപ്പോൾ ക്രിസ്മസ് ഡിസംബർ മന്ത് ആണ്. സോ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഞാൻ ക്രിസ്മസ് വിഷസ് അറിയിക്കുകയാണ്. താങ്ക് യു.